നമസ്കാരം. പ്രധാന വാർത്തകൾ. പുതിയ ട്രാഫിക് പരിഷ്കരണം, ഗതാഗതക്കുരുക്കിൽ അമർന്ന് ചെർപ്പുളശ്ശേരി നഗരം. ആലിപ്പറമ്പിൽ കാറും വാനും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ആലിപ്പറമ്പ് പൊടേക്കാട് അച്ചിരിത്തൊടി പ്രഭാകരന്റെയും റീബയുടെയും മകൻ അർജുനാണ് മരിച്ചത്. കുമരമ്പത്തൂർ പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ പാർക്കിംഗ് സൗകര്യം സംബന്ധിച്ച രേഖകളിൽ തിരിമറി. പഞ്ചായത്തിന് വാട്ടർ അതോറിറ്റി കൈമാറിയതാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി. എന്നാൽ കുമരമ്പത്തൂർ പഞ്ചായത്തിന് സ്ഥലം നൽകിയിട്ടില്ലെന്ന് വാട്ടർ അതോറിറ്റി. കർണാടക കൃഷ്ണഗിരിയിലുണ്ടായ വാഹനാപകടത്തിൽ സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. ഒറ്റപ്പാലം സ്വദേശി ദിവ്യ, സഹോദരൻ ദീപു എന്നിവരാണ് മരിച്ചത്. ഒറ്റപ്പാലത്ത് തമിഴ്നാട് സ്വദേശിനിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. മരണകാരണം കണ്ടെത്താനാകാതെ പോലീസ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടും മരണത്തിലേക്ക് നയിച്ച യഥാർത്ഥ സാഹചര്യം ഇപ്പോഴും വ്യക്തമല്ല. വാർത്തകൾ വിശദമായി. പുതിയ ട്രാഫിക് പരിഷ്കരണം, ഗതാഗതക്കുരുക്കിൽ അമർന്ന് ചെർപ്പുളശ്ശേരി നഗരം. ബസ് സ്റ്റാൻഡ് അടച്ചതോടെ സ്വകാര്യ ബസ്സുകളുടെ ക്രമീകരണത്തിൽ വന്ന മാറ്റങ്ങളാണ് ഗതാഗതക്കുരുക്കിന് വഴിവെക്കുന്നത്. ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിലെയും ബസ് സ്റ്റാൻഡ് പരിസരത്തെയും യു ടേണുകളും അടച്ചു. പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ട ട്രാഫിക് പരിഷ്കരണമാണ് ചെർപ്പുളശ്ശേരിയിൽ വലിയ ഗതാഗതക്കുരുക്കിന് വഴിവെച്ചത്. സ്റ്റാൻഡിൽ നിർത്തിയിടേണ്ടിയിരുന്ന ബസ്സുകൾ റോഡിലായതോടെ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് തിങ്കളാഴ്ച രാവിലെ ഉൾപ്പെടെ അനുഭവപ്പെട്ടത്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിസരം, ഹൈസ്കൂൾ റോഡ് ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് പരിസരം തുടങ്ങി ടൗണിലെ പ്രധാന കേന്ദ്രങ്ങളിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഹൈസ്കൂൾ റോഡിലേക്ക് പ്രവേശിക്കുന്നതും ഹൈസ്കൂൾ റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പട്ടാമ്പി റോഡ് ഭാഗത്തേക്ക് പോകുന്നതുമാണ് ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിൽ വലിയ കുരുക്കിന് കാരണമായത്. ഇതോടെ ഇവിടെയും താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ചു. കൂടാതെ ഗതാഗതക്കുരുക്കിന് കാരണമായ ബസ് സ്റ്റാൻഡിന് മുൻവശത്തെയും കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പരിസരത്തെയും യു ടേണുകളും പോലീസ് അടച്ചു. നിലവിൽ ഹൈസ്കൂൾ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് പട്ടാമ്പി ഭാഗത്തേക്ക് പോകണമെങ്കിൽ സഹകരണ ബാങ്ക് പരിസരത്ത് പോയി യു ടേൺ എടുത്ത് മടങ്ങി വരണം. ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഹൈസ്കൂൾ റോഡിലേക്ക് പ്രവേശിക്കാൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിസരത്തുമാണ് യു ടേൺ എടുക്കേണ്ടത്. ഇതോടെ ടൗണിൽ രൂപപ്പെട്ട രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് താൽക്കാലികമായി പരിഹാരം കണ്ടെത്താനായിട്ടുണ്ട്. ടൗണിൽ മുഴുവൻ സമയവും പോലീസിന്റെ സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലിപ്പറമ്പിൽ കാറും വാനും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ആലിപ്പറമ്പ് പൊടേക്കാട് അച്ചിരിത്തൊടി പ്രഭാകരന്റെയും റീബയുടെയും മകൻ അർജുനാണ് മരിച്ചത്. കരിങ്കല്ലത്താണി ആലിപ്പറമ്പ് റോഡിലെ ചേരണ്ടിക്കുളത്തിന് സമീപം കാറും വാനും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയാണ് മരിച്ചത്. ആലിപ്പറമ്പ് പൊടേക്കാട് അച്ചിരിത്തൊടി പ്രഭാകരന്റെയും റീബയുടെയും മകൻ അർജുനാണ് മരിച്ചത്. മുക്കം ഡോൺ ബോസ്കോ കോളേജിലെ BCA 2ാം വർഷ വിദ്യാർത്ഥിയാണ്. മെയ് 2-നാണ് അപകടം സംഭവിച്ചത്. കരിങ്കല്ലത്താണി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും ആലിപ്പറമ്പ് ഭാഗത്തേക്ക് വരികയായിരുന്ന വാനുമാണ് അപകടത്തിൽപ്പെട്ടത്. അർജുൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മൃതദേഹം തിരുവില്ലാമല ഐവർ മഠത്തിൽ സംസ്കരിച്ചു. കുമരമ്പത്തൂർ പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടത്തിന് ആവശ്യമായ പാർക്കിംഗ് സൗകര്യമുണ്ടെന്ന് വരുത്തുവാൻ രേഖകളിൽ തിരിമറി. പഞ്ചായത്തിനോട് ചേർന്നുള്ള സ്ഥലം പഞ്ചായത്തിന് വാട്ടർ അതോറിറ്റി കൈമാറിയതാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ആസ്തി രജിസ്റ്ററിൽ ചേർത്തു. എന്നാൽ കുമരമ്പത്തൂർ പഞ്ചായത്തിന് സ്ഥലം നൽകിയിട്ടില്ലെന്ന് വാട്ടർ അതോറിറ്റിയുടെ രേഖ. അതേസമയം പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ കുമരമ്പത്തൂർ സഹകരണ ബാങ്കിന്റെ ഭൂമി കൂടി ഉൾപ്പെട്ടതായും വിവരമുണ്ട്. കുമരമ്പത്തൂർ പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടത്തിന് ആവശ്യമായ പാർക്കിംഗ് സൗകര്യമില്ലെന്ന പരാതി വിവാദമായതോടെയാണ് രേഖകളിലെ തിരിമറി പുറത്തു വന്നത്. പുതിയ കെട്ടിടത്തിന്റെ നിലവറയിൽ പാർക്കിങ്ങിന് ആവശ്യമായ സ്ഥലമില്ലെന്നും സെക്കൻഡറിയായി പാർക്കിംഗ് സൗകര്യം ഒരുക്കുമെന്നുമായിരുന്നു പഞ്ചായത്തിന്റെ നിലപാട്. ഇതിനായി കേരള വാട്ടർ അതോറിറ്റി 30 സെന്റ് സ്ഥലം പഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ടെന്നും ഇത് പാർക്കിങ്ങിനായി ഉപയോഗപ്പെടുത്തുമെന്നും അറിയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് നൽകിയ വിവരാവകാശത്തിന് 2026 മാർച്ച് 4-ന് കുമരമ്പത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ മറുപടി കേരള വാട്ടർ അതോറിറ്റി സ്ഥലം കൈമാറിയെന്നാണ്. പഞ്ചായത്തിനോട് ചേർന്നുള്ള 30 സെന്റ് സ്ഥലം പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ട രേഖയും പഞ്ചായത്തിൽ നിന്ന് നൽകി. അതേസമയം വാട്ടർ അതോറിറ്റി 2026 ഏപ്രിൽ 24 നൽകിയ വിവരാവകാശ മറുപടിയിൽ കുമരമ്പത്തൂർ പഞ്ചായത്തിന് വാട്ടർ അതോറിറ്റി സ്ഥലം കൈമാറിയിട്ടില്ലെന്നാണ്. വാട്ടർ അതോറിറ്റി കൈമാറാത്ത സ്ഥലം എങ്ങനെ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ കയറിയെന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തിയതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. കുമരമ്പത്തൂർ സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിട്ടില്ലെന്നും വാട്ടർ അതോറിറ്റി രേഖാമൂലം അറിയിച്ചു. പാർക്കിംഗ് സൗകര്യമില്ലാത്ത കെട്ടിടത്തിന്റെ നിർമ്മാണം സാധൂകരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് രേഖയിലെ തിരിമറിയെന്നും ഇക്കാര്യം വിജിലൻസ് അന്വേഷിക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത്.
കർണാടകയിലെ കൃഷ്ണഗിരിയിലുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ ഒറ്റപ്പാലം സ്വദേശികളായ സഹോദരങ്ങൾ മരിച്ചു. അമ്പലവട്ടം പനമണ്ണ സ്വദേശിനി ദിവ്യ, സഹോദരൻ ദീപു എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ദിവ്യയുടെ ഭർത്താവും പട്ടാമ്പി സ്വദേശിയുമായ വിനീതിന് ഗുരുതരമായി പരിക്കേറ്റു. ബംഗളൂരുവിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇവരുടെ കുടുംബം. കൃഷ്ണഗിരിക്ക് സമീപം വെച്ച് സഞ്ചരിച്ചിരുന്ന കാർ പഞ്ചറായതിനെ തുടർന്ന് റോഡരികിൽ നിർത്തി ടയർ മാറ്റുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഈ സമയം നിയന്ത്രണം വിട്ടുവന്ന ലോറി കാറിലിടിക്കുകയായിരുന്നു. കുട്ടികളും ബന്ധുക്കളും ഉൾപ്പെടെ 8 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഒറ്റപ്പാലം തെന്നടി ബസാറിലെ വാടക വീട്ടിൽ തമിഴ്നാട് സ്വദേശിനിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം കണ്ടെത്താനാകാതെ പോലീസ്. സേലം ആത്തൂർ സ്വദേശിനി കൃഷ്ണവേണി മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായെങ്കിലും മരണത്തിലേക്ക് നയിച്ച യഥാർത്ഥ സാഹചര്യം ഇപ്പോഴും വ്യക്തമല്ല. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിൽ ദുരൂഹത തുടരുകയാണ്. യുവതിയുടെ കഴുത്തിൽ കണ്ട കയർ കുരുങ്ങിയ പാടുകൾ അന്വേഷണത്തിൽ വലിയ സംശയങ്ങൾക്കിടയാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ മെയ് 3-ന് കൃഷ്ണവേണി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായും അന്നുണ്ടായ പാടുകളാണിതെന്നുമാണ് കസ്റ്റഡിയിലുണ്ടായിരുന്ന ഭർത്താവ് മണികണ്ഠൻ പോലീസിന് നൽകിയ മൊഴി. പോസ്റ്റ്മോർട്ടത്തിൽ യുവതിയുടെ തലയിൽ ക്ഷതം കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യാ ശ്രമത്തിനിടെ താഴെ വീണപ്പോൾ സംഭവിച്ചതാകാം ഈ പരിക്കെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും പോലീസ് ഇത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. മരണത്തിൽ അസ്വാഭാവികതയുണ്ടോ എന്ന് ഉറപ്പിക്കാൻ ആന്തരികാവയവങ്ങളുടെ വിശദമായ രാസപരിശോധനാ ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് പോലീസ് അറിയിച്ചു. രാസപരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ മരണകാരണത്തിൽ വ്യക്തത വരികയുള്ളൂ. ചോദ്യം ചെയ്യലിന് ശേഷം ഭർത്താവ് മണികണ്ഠനെ പോലീസ് ജാമ്യത്തിൽ വിട്ടയച്ചു. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒരു നാടിന്റെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യം ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക്. പട്ടാമ്പി പെരുമുടിയൂർ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. അടിപ്പാതയുടെ മേൽക്കൂരയുടെ പ്രവൃത്തികളും പൂർത്തിയായി. ഷൊർണൂർ കോഴിക്കോട് റെയിൽപാതയിലെ പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ മേൽപ്പാലമോ അടിപ്പാതയോ വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പാത ഇരട്ടിപ്പിച്ചതോടെ ഈ ആവശ്യത്തിന് ഗൗരവമേറി. പെരുമുടിയൂർ സ്കൂളിലേക്കുള്ള കുട്ടികളടക്കമുള്ളവരുടെ റെയിൽപാത മുറിച്ചുകടന്നുള്ള യാത്ര വലിയ അപകടങ്ങൾക്കും ഇടവരുത്തി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ട്രെയിൻ തട്ടിയുള്ള മരണവും തുടർക്കഥയായി. ഇതോടെ നാട്ടുകാരും സ്കൂൾ അധികൃതരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമെല്ലാം റെയിൽവേയെ സമീപിച്ചു. ഇതിനിടെ പാളം മുറിച്ചു കടക്കുന്ന വഴി റെയിൽവേ അടച്ചുപൂട്ടാനുള്ള നടപടികളുമുണ്ടായി. ഇത് ജനകീയ പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തി. ഒടുവിൽ സ്കൂളിലെ കുട്ടികളുടെ യാത്രാ സൗകര്യാർത്ഥമാണ് റെയിൽവേ അടിപ്പാത നിർമ്മിക്കാനുള്ള നടപടികളുമായി രംഗത്തിറങ്ങിയത്. കഴിഞ്ഞ ഏപ്രിലിലാണ് ഇതിന്റെ പ്രവൃത്തികൾ തുടങ്ങിയത്. മഴ തുടങ്ങിയതോടെ പ്രവൃത്തികൾ നിർത്തിവെക്കുകയും ചെയ്തു. തുടർന്ന് ഇക്കഴിഞ്ഞ മാർച്ചിൽ പ്രവൃത്തികൾ പുനരാരംഭിക്കുകയായിരുന്നു. നിലവിൽ പ്രവൃത്തികൾ പൂർത്തിയായി വരികയാണ്. കഴിഞ്ഞ മാസം കോൺക്രീറ്റിൽ നിർമ്മിച്ച അടിപ്പാത റെയിൽവേ ലൈനിനടിയിലേക്ക് തള്ളി സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ ഇരുഭാഗത്തും സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടന്നുവരുന്നു. അടിപ്പാതയുടെ ഇരുഭാഗത്തുമുള്ള വഴിയിൽ മഴ പെയ്ത് വെള്ളം വരാതിരിക്കാൻ മേൽക്കൂര നിർമ്മാണവും പൂർത്തിയായി. അടിപ്പാതയിലേക്ക് പടവുകളും IED കുട്ടികളുടെ സൗകര്യാർത്ഥം റാമ്പും ടെയിൽസ് വിരിക്കലും ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് ഇനി നടക്കാനുള്ളത്. ജൂണിൽ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ അടിപ്പാത തുറന്നുകൊടുക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. അടിപ്പാത യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. 95.36 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അടിപ്പാതയുടെ നിർമ്മാണം. 14 മീറ്റർ നീളവും 1.85 മീറ്റർ ഉയരവും 2.5 മീറ്റർ വീതിയും അടിപ്പാതയ്ക്കുണ്ട്. യാത്രാ സൗകര്യത്തിന്റെ അപര്യാപ്തത മൂലം പെരുമുടിയൂർ സ്കൂളിലേക്ക് കുട്ടികൾ വരാത്ത സ്ഥിതിവിശേഷവും മുൻവർഷങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അതിനും പരിഹാരമാവുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടത്തുകാർ. നല്ല രീതിയിലാണ് അടിപ്പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. വളരെ അധികം സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികൾ കഷ്ടപ്പെടാതെ നടന്നു പോകാൻ ഒരു വഴിയായാലോ. അതന്നെ വലിയൊരു റെയിൽവേയോടും കേന്ദ്രത്തിനോടും കേന്ദ്രമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും നന്ദി അറിയിക്കുകയാണ്. ഈ റാമ്പ് ഇത് ഇവിടുന്ന് അങ്ങോട്ടുള്ള പണി നടക്കാണ്ട് പിന്നെ ബാക്കിയുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് വളരെ വൃത്തിയുള്ള പണിയായിട്ടുണ്ട്. കാരണം 3-4 ജീവപ്പം നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ പോയി. അതില്ലാതെ നീ ചെയ്യുന്നതൊക്കെ കുട്ടികളുടെ ദുൽമാണ്. ഇനിയിപ്പോൾ നടന്നു പോകാനുള്ള ഒരു വഴിയായാലും അതന്നെ വലിയൊരു ഭാഗ്യം. ഷീറ്റ് വിരിച്ചു, ഭംഗിയായിട്ടുണ്ട്. വിരിച്ചതൊക്കെ ഭംഗിയായിട്ടുണ്ട്. ചെയ്ത പണിയും വൃത്തിയുള്ള പണിയാണ്. നമുക്കിവിടെ നാട്ടിലുള്ളവർക്കും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ സ്കൂൾ കുട്ടികൾക്കും ഒക്കെ വലിയൊരു സൗകര്യമായി ഇത്. ഇത് ഇന്ന് വരാൻ നാളെ വരാൻ ഇത്രമിലൊക്കെ എത്തിയില്ലേ.
അത് വളരെ ഉപകാരമുള്ള സംഗതിയാണത്. മഴ കൊള്ളണ്ട, വണ്ടി ഇറങ്ങാനുള്ള ഒരു ഭാഗത്ത് കൂടെ റാമ്പുണ്ട്, ഒരു ഭാഗത്ത് കൂടെ സ്റ്റെപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് റോഡാണ്ട് മുട്ടിക്കുക, അപ്പുറം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ ക്ലിയർ ആവും. സ്കൂൾ തുറക്കാറുമ്പോഴത്തേനൊക്കെ ക്ലിയർ ആവും. അതൊക്കെ തന്നെ ലെവല്. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ വർദ്ധിച്ചു വരുന്ന സാമൂഹ്യ വിരുദ്ധ ശല്യത്തിനും മാലിന്യ നിക്ഷേപത്തിനുമെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ബസ് സ്റ്റാൻഡിലെ ദുരവസ്ഥയ്ക്കെതിരെയാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ബസ് സ്റ്റാൻഡ് പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഇതിനു പുറമെ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ യാത്രക്കാർക്കും വ്യാപാരികൾക്കും വലിയ ആരോഗ്യ ഭീഷണിയാണ് ഉയർത്തുന്നത്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടില്ലെന്ന് നടിക്കുന്ന നഗരസഭാ അധികൃതരുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ പറഞ്ഞു. വൈകുന്നേരം ഒരു 8 മണിക്ക് ശേഷം ഈ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകൾ വന്നിറങ്ങുമ്പോൾ ഭയപ്പാടോട് കൂടിയിട്ടാണ് അവർ നിൽക്കുന്നത്. ഈ ബസ് സ്റ്റാൻഡിന്റെ ചുറ്റുവട്ടത്തൊന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ ഇവിടേക്ക് ഉള്ള ആളുകൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വെറുതെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിനെല്ലാത്ത ആളുകൾ ധാരാളമുണ്ട്. കുമാരമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കള് അതൊന്നും പോയിട്ട് നിങ്ങളെ വീഡിയോയിലേക്ക് പകർത്താൻ നോക്ക്. അവർ സമ്മതിക്കില്ല. കാരണം ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള ബിൽഡിങ്ങുകള് ഒറ്റപ്പാലം ടൗണ് തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നടത്തുകൊണ്ടിരിക്കുമ്പോ ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഭരണാധികാരികൾ ഇത് കണ്ടില്ല എന്നിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ സ്വച്ഛ ഭാരതിന് മൊത്തത്തിൽ ശുചിത്വം ഏറ്റവും കൂടുതലുള്ള നഗരസഭയിൽ ഒരു നഗരസഭയാണെന്നാ പറയുന്നത്. എന്ത് ശുചിത്വം ഉള്ളതെന്ന് അറിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടാൻ ചിലപ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ട് വരും. പക്ഷേ സമൂഹത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളതാണ്. ഇവിടെ പോലീസ് സ്റ്റേഷൻ അടുത്ത് തന്നെയാ ഉള്ളത്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു അനാശാസ്യ പ്രവർത്തനം നടക്കുമ്പോൾ രാവിലെ 5 മണിക്ക് 4 മണിക്ക് നടക്കാനിറങ്ങുന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾ ഭയപ്പാടോടുകൂടി പറയുന്നു, എങ്ങനെയാണ് ഒറ്റപ്പാലത്ത് നടക്കുക എന്നാ ചോദിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരത്തൊടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം കെ ശിവദാസ്, ജനറൽ സെക്രട്ടറി എ സ്വരൂപ്, നേതാക്കളായ കെ സുരേഷ്, എം കെ രാജശേഖരൻ, കൗൺസിലർമാരായ ആർ മണികണ്ഠൻ, എ അനിത, ടി കെ ജയശങ്കർ, കെ പി ജയന്തി, വിനിത മണികണ്ഠൻ, അനിത ശിവദാസ്, ടി അജീഷ്, പാർവതി, കെ പ്രേമവതി, സി പ്രസീത എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധത്തിന് പിന്നാലെ ബിജെപി നേതാക്കൾ ബസ് സ്റ്റാൻഡ് പരിസരത്തെ മാലിന്യ കൂമ്പാരങ്ങൾ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. UDF ഭരിക്കുന്ന കാഞ്ഞിരപ്പുഴ പൂഞ്ചോലയിൽ താൽക്കാലിക വാച്ചർ നിയമനത്തിൽ ക്രമക്കേടെന്നാരോപിച്ച് പ്രസിഡന്റിനെ ഉപരോധിച്ച് ബിജെപി. ബുധനാഴ്ച വൈസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ യോഗം ചേരാമെന്ന് പ്രസിഡന്റ് അശ്വതി ചന്ദ്രനും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോയ് ജോസഫും നൽകിയ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ആദിവാസികളെ ഉത്തരവാദിത്തപ്പെട്ട ജോലി ഏൽപ്പിക്കാൻ ആകില്ലെന്ന് വൈസ് പ്രസിഡന്റ് അരുൺ ഓലിക്കൽ. എല്ലാവരും ചർച്ച നിങ്ങൾ പറയും ഒരു വർഷം കൊണ്ട് പോകണം, അടുത്ത വർഷം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കത് വേണ്ടത്. ഞങ്ങളുടെ വാർഡിലെ കാര്യം ഞങ്ങളുടെ വാർഡിലെ മെമ്പർ അറിഞ്ഞിട്ടാണ് മതി. ഇവിടുത്തെ ഭരണസമിതി എന്നെ തീരുമാനിക്കുന്നത്. അതിനകത്തൊന്നും ഒരു മാറ്റമില്ല. അതിനകത്തൊന്നും ഒരു മാറ്റം ഇപ്പൊ പോലീസിനോട് വിളിച്ചു നിങ്ങൾ തീരുമാനം ഉണ്ടായിട്ടേ ഞാൻ പോകും. അതേ ഭരണസമിതിയുടെ ഇഷ്ടക്കാർക്ക് നിയമനം നൽകാൻ വേണ്ടി പ്രദേശം ഉൾപ്പെടുന്ന വാർഡിലെ പഞ്ചായത്ത് അംഗത്തെ നിയമനം അറിയിച്ചില്ലെന്നും പൂഞ്ചോല ആദിവാസി ഉന്നതിയിലെ ഒരാൾക്ക് ജോലി നൽകണമെന്നുമാണ് ബിജെപിയുടെ ആവശ്യമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. വാർഡ് മെമ്പറെ അറിയിക്കണം. അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്, പഞ്ചായത്ത് ഭരണസമിതിയാണ്. ഇത്ര മാത്രമേ പറയാനുള്ളൂ. ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗശല്യം തടയുന്നതിനായി കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ പൂഞ്ചോല, ഇരുമ്പച്ചോല മേഖലകളിലെ തൂക്കുവേലിയുടെ അറ്റകുറ്റപ്പണിക്കായാണ് 4 പേരെ നിയമിച്ചത്. പഞ്ചായത്ത് നൽകിയ പട്ടികയിൽ നിന്നാണ് 4 പേർക്ക് വനം വകുപ്പ് നിയമനം നൽകിയത്.
ഇക്കാര്യം ഭരണസമിതിയിൽ ചർച്ച ചെയ്തെങ്കിലും ആരെയാണ് നിയമിക്കുന്നതെന്ന് ഭരണസമിതി അറിയിച്ചിരുന്നില്ലെന്ന് പൂഞ്ചോല പഞ്ചായത്ത് അംഗം KR രമ പറഞ്ഞു. നമ്മളൊരു മെമ്പറായിട്ടൊരു വാർഡിലിരിക്കുമ്പോൾ ജസ്റ്റ് അവർ പണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മുടെ അടുത്ത് പറയുമ്പോൾ അത് ആരാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അറിയുന്നില്ല, അവിടെ വർക്ക് ചെയ്യുന്നത് ആരാണോ എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ അവർ ജസ്റ്റ് ഇവിടെ ഉള്ള വൈസ് പ്രസിഡന്റ് ആയാലും നമ്മുടെ അടുത്ത് ഒന്ന് അറിയിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഫേസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മെമ്പറായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കത് അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്കത് അത്രത്തോളം മോശമുള്ളൊരു കാര്യം കൂടെയാണ്. പഞ്ചായത്ത് അംഗം രമയുടെ നേതൃത്വത്തിലാണ് പ്രസിഡന്റിനെ ഉപരോധിച്ചത്. കാഞ്ഞിരപ്പുഴ ഡിവിഷൻ അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് ജോസഫ്, കോൺഗ്രസ് നേതാവ് രാജൻ എന്നിവർ സ്ഥലത്തെത്തി. BJPയുടെ പഞ്ചായത്ത് അംഗത്തെ അറിയിക്കാതെ നിയമനം നടത്തിയത് ശരിയായില്ലെന്നും ഒരാളെ കൂടി പരിഗണിക്കാനാവുമോ എന്ന് പരിശോധിക്കാമെന്നും ജോയ് ജോസഫ് അഭിപ്രായപ്പെട്ടു. ബുധനാഴ്ച വൈസ് പ്രസിഡന്റിനെ കൂടി ഉൾപ്പെടുത്തി യോഗം വിളിക്കാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞത്. അനൂപ് പാലിക്കൽ, ജോബി കോടിക്കൽ, പ്രദീപ്, ഷൈജു കൊടുനാട്ടുകുന്നൽ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നിർഭയത്വം തൗഹീദിലൂടെ എന്ന പ്രമേയത്തിൽ പട്ടാമ്പി മണ്ഡലം മുജാഹിദ് സമ്മേളനം നടന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി TK അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന വ്യാപകമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ആദർശ പ്രയാണത്തിന്റെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ട ഒരു സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും ആത്മീയ ചൂഷണങ്ങളും സാധ്യമല്ലെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. അവന് ജീവിക്കുവാൻ സ്വസ്ഥതയുണ്ടാകുമ്പോഴാണ് മനുഷ്യന് സമാധാനവും നിർഭയത്വവും ഉണ്ടാകുന്നത്. ഇന്ന് കേരളത്തിൽ അത് അന്യം നിന്നുകൊണ്ടിരിക്കുന്നു എന്നതിന് ഒട്ടനവധി തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എത്രയെത്ര കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. ആ കൊലപാതകങ്ങളാകട്ടെ തീർത്തും നമ്മെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രൂപവും ഭാവവുമാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട്ടിലെ വല്യമ്മയെ, അതുപോലെ തന്നെ അനുജനെ, മറ്റു രക്തബന്ധത്തിൽപ്പെട്ടവരെ കൂട്ടത്തോടുകൂടി കൊല ചെയ്യുന്നു. അതും പ്രാകൃതമായ രീതിയിൽ ആമർ ഉപയോഗിച്ചുകൊണ്ട് തലക്കടിച്ചു കൊല്ലുന്നു. ഇതൊറ്റപ്പെട്ട സംഭവമല്ല, ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് തന്നെ ഓരോ സെക്കൻഡിലും 40 പേർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. അഥവാ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വാചകം പൂർത്തീകരിക്കുമ്പോൾ അത്രയും ആളുകൾ, 40ഓളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ എത്രമേൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് മനുഷ്യന്മാർ ഡിപ്രഷനിലേക്ക്, അന്ധസംഘർഷങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടിട്ടുണ്ട് എന്നത് നമുക്ക് ഓരോരുത്തർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. സമ്മേളനത്തിൽ പട്ടാമ്പി മുനിസിപ്പൽ ചെയർമാൻ TP ഷാജി മുഖ്യാതിഥിയായിരുന്നു. വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് TK നിഷാദ് സലഫി, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മുനവർ സ്വലാഹി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ നാസിർ സലഫി, മൻസൂർ സലഫി, ഡോക്ടർ ഉനൈസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ ഇസ്ഹാഖ്, മുഹമ്മദ് കുട്ടി സലഫി, നൂറുൽ ഹഖ് ആമയൂർ, ഇസ്ഹാഖ് വല്ലപ്പുഴ, ഡോക്ടർ അബ്ദുൽ കരീം, മുഹമ്മദ് കുട്ടി കരുവാൻപടി, VK ഹംസ പട്ടാമ്പി, KK അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ഒടമല മഖാം നേർച്ച സമാപന പരിപാടികൾക്ക് മെയ് 14 വ്യാഴാഴ്ച തുടക്കമാകും. മെയ് 17 രാവിലെ 9 മണിക്ക് മൗലീദ് പാരായണത്തിന് ഏലംകുളം ബാപ്പു മുസ്ലിയാർ നേതൃത്വം നൽകും. തുടർന്ന് ജാതിമത ഭേദ്യമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ ഈ വർഷത്തെ നേർച്ച പരിപാടികൾക്ക് സമാപനമാകും. പെരിന്തൽമണ്ണ ഒടമല മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് ഫരീദ് ഔലിയയുടെ സ്മരണാർത്ഥം നടത്തിവരുന്ന 4 മാസം നീണ്ടുനിന്ന നേർച്ചയുടെ സമാപന പരിപാടികൾ മെയ് 14 മുതൽ 17 വരെയുള്ള തീയതികളിലായി നടക്കും. 14 വൈകിട്ട് 4 മണിക്ക് ഒടമല ശൈഖ് ഫരീദ് ഔലിയ ദവ കോളേജ് വിദ്യാർത്ഥി സംഘടനയായ ഇമാദ് സംഘടിപ്പിക്കുന്ന അഖില കേരള ഖവാലി മത്സരം പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മെയ് 15 രാത്രി 7 മണിക്ക് പ്രാർത്ഥനാ സമ്മേളനത്തിന് ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊടക്കാട് നേതൃത്വം നൽകും. മഹല്ല് മുദരീസ് ഷെരീഫ് ഫൈസി കാരക്കാട് അധ്യക്ഷത വഹിക്കും. അൻവർ സാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തും. മെയ് 16 രാവിലെ 10 മണിക്ക് മഹല്ല് വനിതാ സംഗമവും ഹിമായ സനദ്ദാന സമ്മേളനവും നടക്കും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഭാര്യ സുൽഫത്ത് ബീവി ഉദ്ഘാടനവും സനദ്ദാനവും നിർവഹിക്കും. സയ്യിദ ഷിഫ്ന, റുക്കിയ ടീച്ചർ ഒളവട്ടൂർ എന്നിവർ വിഷയാവതരണം നടത്തും.
മെയ് 17 രാവിലെ 9 മണിക്ക് മൗലീദ് പാരായണത്തിന് ഏലംകുളം ബാപ്പു മുസ്ലിയാർ നേതൃത്വം നൽകും. തുടർന്ന് ജാതി മതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ ഈ വർഷത്തെ നേർച്ചാ പരിപാടികൾക്ക് സമാപനമാകും. കഴിഞ്ഞ 14-ന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിച്ചതോടെയാണ് നേർച്ചാ പരിപാടികൾ ആരംഭിച്ചിരുന്നത്. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ശ്രീഭദ്ര കൺവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ശ്രീഭദ്ര ഗ്രൂപ്പിന്റെ പ്രിയപ്പെട്ട അമ്മമാരായ സുലോചന കല്ലാട്ടിൽ, ശാരദ കല്ലാട്ടിൽ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ശ്രീഭദ്ര ഗ്രൂപ്പിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നാടിന് സമർപ്പിച്ച ഈ പുതിയ സംരംഭം പാലക്കാട് ജില്ലയിലെ തന്നെ മികച്ച രീതിയിലുള്ള ഒരു ഈവന്റ് ഹബ്ബാണ്. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശോക് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P. അരവിന്ദാക്ഷൻ, രാജേഷ് മാസ്റ്റർ, ഷീബ പാട്ടത്തൊടി, ബീന, സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിത പുഴയ്ക്കൽ, പഞ്ചായത്ത് മെമ്പർ KLini, KTDC ചെയർമാൻ PK ശശി, കാംകോ സുരേഷ് രാജ്, മലബാർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ വള്ളൂർ രാമകൃഷ്ണൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രൊപ്പറേറ്റർ ഗോപകുമാർ കല്ലാട്ടിൽ, ബാബുരാജ് പരിയാനംപറ്റ, ശ്രീഭദ്ര ഗ്രൂപ്പ് ജീവനക്കാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വലിയ പരിപാടി നടത്താനും ചെറിയ പരിപാടി നടത്താനും ഒക്കെ നമുക്ക് വലിയ ഹാൾ ആവശ്യമില്ല. ചെറിയ പരിപാടിയാണ്, കുറച്ചാളുകളുള്ള പരിപാടിയാണ്. അത് നടത്താനുള്ള സൗകര്യവും ഇതിൻ്റെ എല്ലാം ഭാഗമായി ലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പൊതുവായ സവിശേഷത. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത ഒരു പട്ടണമായി മാറിയിട്ടുള്ള സമൂഹമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ടൗണുകളിൽ നിന്ന് അല്പം മാറി ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഈ സൗകര്യങ്ങളെല്ലാം ലഭ്യമാകുന്ന നിലയിലേക്ക് നമ്മുടെ നാട് മാറുകയും വളരുകയും ഉയരുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ആ ഉയർച്ചയുടെ വളർച്ചയുടെ എല്ലാം തുടർച്ചയിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം, ഒരു കൺവെൻഷൻ സെന്റർ ഇന്ന് നാടിന് സമർപ്പിക്കുന്ന ഒരു സുദിനമാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഉച്ചടങ്ങിയ ഇതുപോലെയുള്ള ഒരു കൺവെൻഷൻ സെന്റർ മറ്റെവിടെയും തൊട്ടടുത്ത് വേറെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ശ്രീഭദ്ര ഗ്രൂപ്പിനെ, പ്രിയപ്പെട്ട ഗോപനെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹമായിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ നേരം, 1 മണിക്കൂറോളം സമയം എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ സംസാരിക്കുമ്പോൾ വലിയ ധാരണയുടെ മനുഷ്യനാണ്. ആദ്യം എനിക്ക് യാദൃച്ഛികമായ രീതിയിൽ കണ്ടപ്പോൾ ഇത്ര ഡെപ്തുള്ള ഒരാളാണ് ഗോപൻ എന്നുള്ള ധാരണ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ 1 മണിക്കൂർ നേരം സംസാരിച്ചപ്പോൾ സാമാന്യമായ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചു അദ്ദേഹം ഇവിടെ ഇപ്പോൾ 3 മേഖലകളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം, ഈ ശ്രീഭദ്ര ഗ്രൂപ്പിന്റെ പ്രവർത്തനം വ്യാപരിക്കുന്നു. കൺസ്ട്രക്ഷൻ മേഖലയിലുണ്ട്, ഹോസ്പിറ്റാലിറ്റി മേഖലയിലുണ്ട്, ട്രേഡ് മേഖലയിലുണ്ട്. ഈ മേഖലകളിലെല്ലാം എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ സുവ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോ, ഒരു വിഷൻ, കൃത്യമായൊരു വിഷൻ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു ചെറിയ സംരംഭത്തിൽ നിന്ന് തുടങ്ങി അതിവിപുലമായ ഒരു സംരംഭത്തിലേക്ക്, ഒരു വലിയ പ്രസ്ഥാനം എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് വളരാൻ സാധിച്ചത്, ശ്രീഭദ്ര ഗ്രൂപ്പിന് വളരാൻ സാധിച്ചത് ഈ വിഷൻ ഉണ്ടായിരുന്നു. അത്യാധുനിക എഞ്ചിനീയറിംഗ് വൈവിധ്യത്തോടെയും മികച്ച അക്കോസ്റ്റിക് സൗണ്ട് സിസ്റ്റത്തോടെയുമാണ്
സെന്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1200 പേർക്ക് ഇരിക്കാവുന്ന സെൻട്രലൈസ്ഡ് AC ഹാൾ, 400 പേർക്ക് പങ്കെടുക്കാവുന്ന മിനി ഹാൾ, വിശാലമായ ഡൈനിങ് ഹാൾ എന്നിവ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങളുള്ള അടുക്കള, VIP ഡൈനിങ്, 600 പേർക്ക് ഇരിക്കാവുന്ന ബോർഡ് റൂം, സ്യൂട്ട് റൂമുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. 300-ലധികം കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും 5000-ഓളം പേരെ ഉൾക്കൊള്ളുന്ന ഓപ്പൺ ഓഡിറ്റോറിയവും ഇവിടെയുണ്ട്. വിവാഹങ്ങൾ കൂടാതെ നാടകങ്ങൾ, നൃത്തപരിപാടികൾ, എക്സിബിഷനുകൾ, കോർപ്പറേറ്റ് ഇവന്റുകൾ എന്നിവയ്ക്കും അനുയോജ്യമായ ശബ്ദ വെളിച്ച ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് അനുയോജ്യമായ പ്രത്യേക സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രശസ്ത മ്യൂസിക് ബാൻഡ് നാദവൈകരി ഒരുക്കിയ സംഗീത വിരുന്നും അരങ്ങേറി. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി 9388051002 9388051006 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം വൈവിധ്യമാർന്ന ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന സ്റ്റേജ് മുഖമണ്ഡപത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനും മുൻ MLAയുമായ AV ഗോപിനാഥ് നിർവഹിച്ചു. ശനിയാഴ്ച പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രി പനാവൂർ മന പരമേശ്വരൻ നമ്പൂതിരി, വാസുദേവൻ തിരുമേനി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും നാഗപൂജയും നടന്നു. രാവിലെ നടന്ന പറവെപ്പിനും മാതൃസമിതിയുടെ നാമജപത്തിനും ശേഷം ഐലൂർ അനന്തനാരായണ ശർമ്മയുടെ നേതൃത്വത്തിൽ നടന്ന നടപ്പുര പഞ്ചവാദ്യം ഭക്തജനങ്ങൾക്ക് നവ്യാനുഭവമായി. ഉച്ചയ്ക്ക് നടന്ന വിപുലമായ പ്രസാദ ഊട്ടിൽ 100 ഭക്തജനങ്ങൾ പങ്കെടുത്തു. വൈകുന്നേരം നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ കൈലാസം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുരളീകൃഷ്ണൻ കുട്ടാട്ട റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോർഡിനേറ്റർ സാജൻ കോട്ടക്കുളങ്ങര, മാതൃസമിതി പ്രസിഡന്റ് രാജി കൗസ്തുഭം എന്നിവർ സംസാരിച്ചു. തുടർന്ന് മുള്ളത്ത് പ്രവീൺ വെർമാനൂരിന്റെ സോപാന സംഗീതം, അനിരുദ്ധ് P ഗണേശിന്റെ ഓട്ടൻതുള്ളൽ, ചാത്തൻ കണ്ടർക്കാവ് ഭജനാ സമിതിയുടെ ഭജന, സ്വപ്നധാര അവതരിപ്പിച്ച സംഗീത വിരുന്ന് എന്നിവ ഉത്സവത്തിന് മാറ്റുകൂട്ടി. പെരിന്തൽമണ്ണ ഏർലി ബേർഡ്സ് ക്ലബിന്റെ 17ാമത് വാക്കത്തോൺ മെയ് 17-ന് ശുചിത്വ മിഷന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരിന്തൽമണ്ണ മലഴി ബസ് സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 5:30 ആരംഭിക്കുന്ന കൂട്ടനടത്തം പുത്തനങ്ങാടി ഇറപ്പാർക്കിൽ സമാപിക്കും. ശുചിത്വ മിഷന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയുമായി സഹകരിച്ചാണ് വാക്കത്തോൺ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നജീബ് കാന്തപുരം MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. നഗരസഭാധ്യക്ഷ സുരയ്യ ഫാറൂഖ്, ഉപാധ്യക്ഷൻ MB ഫസൽ മുഹമ്മദ്, മുൻ ജില്ലാ പോലീസ് മേധാവി U അബ്ദുൽ കരീം, മുൻ ADM NM മെഹ്റലി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സമാപന യോഗത്തിൽ കലാകായിക സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. വാക്കത്തോണിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂട്ടായ്മയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ ഏർലി ബേർഡ്സ് ക്ലബ് എന്ന ആശയം. അങ്ങനെ ഫസ്റ്റ് ഇവന്റ് നടത്തുന്നത് 36 ആളുകൾ വെച്ചിട്ടാണ്. തൂതയിലേക്കാണ് ഫസ്റ്റ് മാരത്തോൺ നടത്തുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ വലിയ വിപുലമായ പങ്കാളിത്തത്തോടു കൂടിയിട്ട് ഏകദേശം 10 വർഷത്തോളം തന്നെ നമ്മൾ മാരത്തോണുകൾ നടത്തിയിട്ടുണ്ട്. 2000-2500 ആളുകൾ വെച്ചിട്ട് മാരത്തോൺ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് വേറെ ക്ലബുകൾ ഒക്കെ ഇത് ഏറ്റെടുക്കുന്ന ഒരു രൂപത്തിൽ പെരിന്തൽമണ്ണയിൽ അങ്ങനെ ഒരു സംസ്കാരം തന്നെ വളർന്നു. വേറെ 2-3 ക്ലബുകളൊക്കെ തന്നെ ഈ മാരത്തോൺ ഏറ്റെടുക്കുന്ന രൂപത്തിലേക്ക് അത് മാറി. അപ്പോൾ നമ്മൾ വാക്കത്തോൺ എന്നുള്ള രൂപത്തിലേക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇപ്പോൾ മാരത്തോണിൽ എന്താ വെച്ചാൽ വളരെ ചെറുപ്പക്കാർ മാത്രമാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ വാക്കത്തോണ് കുറച്ച് മുതിർന്നവരും വയസ്സായവരും ഒക്കെ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടപ്പോഴാണ് നമ്മൾ വാക്കത്തോൺ എന്നുള്ള ആശയത്തിലേക്ക് വന്നത്. അപ്പോൾ അതിന്റെ ഒരു 4ാമത്തെ വാക്കത്തോണാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. ക്ലബിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് വ്യായാമ സംസ്കാരം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ക്ലബിന്റെ. അത് തന്നെയാണ് കോമൺ ആയിട്ടുള്ള നമ്മുടെ ക്യാപ്ഷൻ. പിന്നീട് നഗരസഭയുമായി കൂടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലഹരിക്കെതിരായിട്ടായിരുന്നു. ഇപ്രാവശ്യം ശുചിത്വവുമായി ബന്ധപ്പെട്ടാണ് നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു വാക്കത്തോൺ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വലിയ ഒരു കൾച്ചർ, ഒരു സംസ്കാരം പെരിന്തൽമണ്ണയിൽ ഉണ്ടായിട്ടുണ്ട്. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രഭാത സവാരിക്കും
കാൽപന്ത് കളിക്കും സ്ഥിരമായി എത്തിയിരുന്ന ഏതാനും പേർ ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മയുടെ പേരാണ് ഏർലി ബേർഡ്സ് ക്ലബ് അഥവാ EBC. വ്യായാമത്തിന്റെ ഗുണഫലങ്ങൾ സമൂഹത്തിന് കൂടി ലഭിച്ചാലേ ആരോഗ്യകരമായ ചുറ്റുപാടും സമൂഹവും രൂപപ്പെടുകയുള്ളൂ എന്ന തിരിച്ചറിവിന്റെ ബോധ്യത്തിൽ നിന്നാണ് ക്ലബ്ബ് രൂപപ്പെട്ടത്. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി നവാസ് ലിംഗ്, പ്രസിഡന്റ് ഡോക്ടർ നയീമുർ റഹ്മാൻ, നാലകത്ത് ജലീൽ, ഷംസു മാസ്റ്റർ, കിഴിശ്ശേരി മുഹമ്മദ് കുട്ടി, സിദ്ദിഖ് പെരിന്തൽമണ്ണ, കുഞ്ഞിപ്പൂ, പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ താലൂക്ക് ലൈബ്രറി സംഗമവും കൗൺസിലർമാരുടെ ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു ഉദ്ഘാടനം നിർവഹിച്ചു. എതിർവായില്ലാതെ ഏതെങ്കിലും പ്രമാണിമാർ പറയുന്നത് മാത്രം കേട്ടു നടത്തിയിരുന്ന അവരെ ഓച്ചാനിച്ച് നിന്നിരുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ പരസ്പര ബഹുമാനത്തോടുകൂടി ആളുകളെ അംഗീകരിക്കാൻ കഴിയുന്ന വിധം വിശാലമായ ജനാധിപത്യ ഉള്ളടക്കത്തിലേക്ക് വളർത്തിയത് VT ഭാസ്കര പണിക്കരെ പോലെ, തായത്ത് ശങ്കരനെ പോലെ ഉജ്ജ്വലരായ ആളുകൾ നടത്തിയിട്ടുള്ള ധീരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിൽ നമുക്ക് ലഭിച്ച ഒരു അവകാശത്തെ എത്രത്തോളം നാം സാർത്ഥകമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം നാം ഓർക്കണം. ജനാധിപത്യം എന്ന് പറയുന്നത് നിർഭയമായി അഭിപ്രായം പറയാനുള്ള അവകാശമാണ്. അതുപോലെ തന്നെ താങ്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക രംഗത്ത് അപ്രകാരം ഇടപെടുന്നതിന് ആവശ്യമായ അന്തസ്സുള്ള ഒരു മനസ്സിനെ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, വിജയന്മാരായി നിൽക്കുകയും ആരെങ്കിലും തങ്ങൾക്ക് അനുവദിച്ചു തന്ന സൗജന്യമായി കൗൺസിലർ സ്ഥാനത്തിൽ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് മാറി എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജനാധിപത്യ അവകാശത്തെ ഞാൻ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രയോഗിക്കുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പുവരുത്തണം. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് K ജനാർദ്ദനൻ അധ്യക്ഷനായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി T സത്യനാഥൻ റിപ്പോർട്ടും വൈസ് പ്രസിഡന്റ് P സുധ ടീച്ചർ ബജറ്റും അവതരിപ്പിച്ചു. മികച്ച സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനുള്ള ദയാമൃതം പുരസ്കാരം ലഭിച്ച അഭയം P കൃഷ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം MK പ്രദീപ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാജൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി O രാജൻ മാസ്റ്റർ, എക്സിക്യൂട്ടീവ് അംഗം PK ബാലചന്ദ്രൻ, KC അലി ഇക്ബാൽ, രാജൻ മാടയിൽ, P അജേഷ്, VM രാജീവ്, A കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുതിയ ട്രാഫിക് പരിഷ്കരണം, ഗതാഗതക്കുരുക്കിൽ അമർന്ന് ചെർപ്പുളശ്ശേരി നഗരം. ആലിപ്പറമ്പിൽ കാറും വാനും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ആലിപ്പറമ്പ് പൊടേക്കാട് അച്ചിരിത്തൊടി പ്രഭാകരന്റെയും റീബയുടെയും മകൻ അർജുനാണ് മരിച്ചത്. കുമരമ്പത്തൂർ പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ പാർക്കിംഗ് സൗകര്യം സംബന്ധിച്ച രേഖകളിൽ തിരിമറി. പഞ്ചായത്തിന് വാട്ടർ അതോറിറ്റി കൈമാറിയതാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി. എന്നാൽ കുമരമ്പത്തൂർ പഞ്ചായത്തിന് സ്ഥലം നൽകിയിട്ടില്ലെന്ന വാട്ടർ അതോറിറ്റി. കർണാടക കൃഷ്ണഗിരിയിലുണ്ടായ വാഹനാപകടത്തിൽ സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. ഒറ്റപ്പാലം സ്വദേശി ദിവ്യ, സഹോദരൻ ദീപു എന്നിവരാണ് മരിച്ചത്. ഒറ്റപ്പാലത്ത് തമിഴ്നാട് സ്വദേശിനിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. മരണകാരണം കണ്ടെത്താനാകാതെ പോലീസ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടും മരണത്തിലേക്ക് നയിച്ച യഥാർത്ഥ സാഹചര്യം ഇപ്പോഴും വ്യക്തമല്ല. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.